പ്രൈസ് ദ ലോർഡ്. ആദ്യം തന്നെ ഞങ്ങൾക്ക് സാക്ഷ്യം പറയാൻ അനുവദിച്ച അമ്മ യേശുകുമാരനും അമ്മ മാതാവിനും ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ പേര് ഡോക്ടർ അമൃത റാഫേൽ, ആൾ ഡോക്ടർ എബിൻ ആൻറ്റോ. ഞങ്ങൾ ഡെർമറ്റോളജിസ്റ്റുകളാണ്. തൃശ്ശൂരാണ് വീട്, ഇപ്പം ഞങ്ങൾ കുവൈറ്റിലാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത് 2018 അപ്പം ഞാൻ എൻ്റെ നീറ്റ് PG, അതായത് MBBS കഴിഞ്ഞ് നീറ്റ് PGക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യായിരുന്നു. യാദൃശികമായിട്ടാണ് ഞാൻ ന്യൂസ് ലെറ്റർ കാണാനിടയായത്. അപ്പോൾ അതിൽ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയറാണ് ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ്റെ ഒപ്പം ഫോളോ ചെയ്തിരുന്നത്. അത് ഞാൻ മുടങ്ങാതെ ചെയ്തിരുന്നു. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഞാൻ തീർച്ചയായും പ്രതീക്ഷിച്ചിലധികം നല്ല മാർക്ക് എനിക്ക് കിട്ടി. അത് തീർച്ചയായിട്ടും എൻ്റെ യോഗ്യത കൊണ്ടല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ബട്ട് ഓൺലി ബൈ ദൈ ഗ്രേസ്. അപ്പം അങ്ങനെ എനിക്ക് ഡെർമറ്റോളജി സീറ്റ് കിട്ടിയിരുന്നു. അതിനുശേഷം ഞങ്ങളിവിടെ റെഗുലറായിട്ട് വരാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ അമ്മ എൻ്റെ കല്യാണ സമയത്തും മറ്റു കാര്യങ്ങൾക്കായിട്ട് ഉടമ്പടി എടുത്തിരുന്നു. അങ്ങനെ ദൈവം ഞങ്ങൾക്ക് ചേർന്ന് ഇണയെ തന്നെ നൽകി. അതിനുശേഷം ഇപ്പോൾ ഞാൻ മെയിൻലി കഴിഞ്ഞ വർഷം ഞാൻ ഉടമ്പടി എടുത്തിരുന്നു ജൂലൈയിൽ. അത് ഞാൻ കൺസീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 4.5 വർഷമായിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. 2 years ബാക്ക് ഞങ്ങൾ IUI 2 പ്രാവശ്യം ട്രൈ ചെയ്തിരുന്നു, എന്നിട്ടും കൺസീവ് ചെയ്തിരുന്നില്ല. പിന്നെ ഞങ്ങൾ ആക്ച്വലി മെഡിസിൻസ് എല്ലാം നിർത്തിയിരുന്നു. കാരണം ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു നാച്ചുറലായിട്ട് ദൈവം തന്ന കുഞ്ഞിനെ സ്വീകരിക്കണം എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ജൂലൈ ഞാൻ ഉടമ്പടി എടുത്തു. അങ്ങനെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഞങ്ങളെല്ലാം ഫോളോ ചെയ്തിരുന്നു. പ്രയറും കൺഫെഷനും മാസും. പിന്നെ അവിടെ കുവൈറ്റ് ആയതുകൊണ്ട് ഞാൻ മലയാളവും ഇംഗ്ലീഷ് പേപ്പേഴ്സും കൊണ്ടുപോയിരുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്. കാരണം പല മലയാളീസ് അല്ലാത്ത ആൾക്കാരും ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷം വീണ്ടും ഡോക്ടർ റിവ്യൂ ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എനിക്ക് ആക്ച്വലി എൻ്റെ മുമ്പ് ചെക്ക് ചെയ്തപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞിരുന്നു എനിക്ക് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ യൂട്രസിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എൻഡോമെട്രിയോസിസ് ഉള്ളപ്പോൾ നമുക്ക് കൺസീവ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. തീർച്ചയായിട്ടും മെഡിക്കേഷൻസിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും. അപ്പോൾ ഞാൻ വീണ്ടും റിവ്യൂ, അതായത് ഉടമ്പടി കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് ഞാൻ വീണ്ടും റിവ്യൂ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു വീണ്ടും യൂട്രസിൽ അദഷൻസ് വന്നിട്ടുണ്ടെന്ന്, അതായത് ഒട്ടിപ്പ് വന്നിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നും കൂടെ ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും കൺസീവ് ചെയ്യാൻ. നിങ്ങൾ തീർച്ചയായിട്ടും സർജറി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. ലാപ്രോസ്കോപ്പിക് സർജറി, അതായത് ഉള്ളിലുള്ള ഒട്ടിപ്പിനെ മാറ്റാനായിട്ട്. അപ്പം നമ്മൾ ഓക്കെ, അങ്ങനെയാണെങ്കിൽ സർജറി എന്ന് വിചാരിച്ച് നമ്മൾ ചിലപ്പോൾ ദൈവത്തിൻ്റെ തീരുമാനമായിരിക്കും, മാതാവിൻ്റെ തീരുമാനമായിരിക്കും എന്ന് വെച്ച് നമ്മൾ കഴിഞ്ഞ വർഷം നവംബറിൽ നമ്മൾ നാട്ടിലേക്കുള്ള ടിക്കറ്റ്സ് ബുക്ക് ചെയ്തു. രാജഗിരിയിൽ ഡോക്ടറെ കാണാനുള്ള അപ്പോയിൻമെൻറ്റ് എടുത്തു. എന്നിട്ട് പോകുന്നതിൻ്റെ തലേ ദിവസം എനിക്ക് ആക്ച്വലി എൻ്റെ പീരിയഡ്സ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് പലപ്പോഴും മിസ്സാവാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും പീരിയഡ്സ് മിസ്സായിട്ടും UPT ചെക്ക് ചെയ്യുമ്പോൾ വിഷമിച്ചിട്ടാണ് വരാറ്. കാരണം എപ്പോഴും നെഗറ്റീവാണ് ആവാറ്. അപ്പോൾ പോണേൻ്റെ തലേ ദിവസം മിസ്സായപ്പോഴും ഞാൻ വിചാരിച്ചു വേണ്ട, ഇനി വീണ്ടും എന്തിനെ വിഷമിക്കണം, ചിലപ്പോൾ ഇനി സർജറി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ പോസിറ്റീവ് ആകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഗോഡ് ഹാഡ് ഡിഫറെൻറ്റ് പ്ലാൻസ്. അപ്പോൾ നോക്കിയപ്പോൾ പോസിറ്റീവായി. അത് വലിയൊരു മിറാക്കുലസ് മൊമെൻ്റ് ആയിരുന്നു. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ നാട്ടിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു, ഡോക്ടറെ കാണാൻ അപ്പോയിൻമെൻറ്റ് എടുത്തു. അപ്പോഴാണ് ദൈവം മാതാവിൻ്റെ ഇൻ്റർസെഷനിലൂടെ കൂടെ ഞങ്ങൾക്ക് UPT പോസിറ്റീവായി തന്നു. അങ്ങനെ ദൈവം അനുഗ്രഹിച്ച അത്ഭുതകരമായി പ്രഗ്നൻസി നടന്നു. ഡെലിവറിക്ക് വേണ്ടി അഡ്മിറ്റ് ആയപ്പോഴാണ് വീണ്ടും ഒരു ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ടായി. പക്ഷേ ഈ എല്ലാം സമയത്ത് ഞങ്ങൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു. പ്രത്യേകിച്ച് ഹണി, തേൻ, ഉപ്പായാലും ഞാൻ ആക്ച്വലി എൻ്റെ കയ്യിൽ എപ്പോഴും എൻ്റെ ബാഗിൽ ഉപ്പുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ പോണ സമയത്ത് ഞാൻ ഉപ്പിടായിരുന്നു. കാരണം എല്ലാ അമ്മമാർക്കും അറിയുന്നുണ്ടാവും, നമുക്ക് ഓരോ സ്കാനിലും എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ കൺസൾട്ടിങ് റൂമിൽ പോലും ഞാൻ ഉപ്പിട്ടിരുന്നു. ഉടമ്പടി കാശിരൂപം പിന്നെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുമല്ലോ. അങ്ങനെ ഡെലിവറിക്ക് വേണ്ടി അഡ്മിറ്റ് ആയപ്പോഴായാലും വീണ്ടും എനിക്ക് അവിടെ നിന്ന് ചെറിയൊരു മെഡിസിൻ അലർജി വന്നു പുഷ് ചെയ്യേണ്ട സമയത്ത്. അപ്പോൾ എനിക്ക് അവിൽ തന്നപ്പോൾ വീണ്ടും കുറച്ച് സെഡേഷനും ലാഗും വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ സർജറി വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും വീണ്ടും അമ്മ മാതാവ് ഇടപെട്ട് വേഗം എൻ്റെ പുഷ് ചെയ്യണതും വേഗം മോൻ്റെ ഡെലിവറിയും വേഗം ആക്കി തന്നു. അപ്പോൾ ഇതിനെല്ലാം ശരിക്കും ഒരു മിറാക്കുലസ് വേയിലൂടെ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇപ്പോഴായാലും മോനെ കിടത്തുമ്പോഴായാലും മോൻ്റെ ബെഡിൻ്റെ താഴെ കാശിരൂപം വയ്ക്കും, പിന്നെ 4 അറ്റത്തും ചെറുതായിട്ട് ഉപ്പിടും. കാരണം അത് ഞങ്ങളുടെ വിശ്വാസമാണ്, മോനെ കാത്തോളും അമ്മ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് മോൻ ചെറുതായിട്ട് ബെഡിൽ നിന്ന് വീണൊക്കെ തന്നെ ഉണ്ടായി. പക്ഷെ എന്നിട്ട് പോലും മോനൊന്നും സംഭവിക്കാതിരുന്നത് ആ ഉപ്പിൻ്റെയും മാതാവിൻ്റെയും ശക്തിയാണ് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ കുവൈറ്റിലായതിനാൽ കൂടുതലും എനിക്ക് ലഭിച്ച അനുഭവങ്ങൾ ഞാൻ മറ്റുള്ളവരോട് പറയുകയും ചെയ്തിരുന്നത്. അവിടെ ആയാലും കുറേ പേര്
നമുക്കറിയാം മറ്റു രാജ്യങ്ങളിൽ നമുക്ക് നമ്മുടെ ജോലി സാധ്യതയ്ക്ക് വേണ്ടി എല്ലാത്തിനും നമ്മൾ ബുദ്ധിമുട്ടുന്നവരുണ്ടാവും. അപ്പോൾ അവരോടെല്ലാം ഞാൻ കൂടുതൽ കൃപാസനത്തെ പറ്റിയും എനിക്കുണ്ടായ അത്ഭുതങ്ങളെ പറ്റിയും ഞാൻ അനുഭവിച്ച അനുഭവങ്ങളെ പറ്റിയും ഞങ്ങൾ പറയുകയുണ്ടായി. ഞങ്ങളുടെ ആത്മീയ ജീവിതമായിട്ട് ഞങ്ങൾ ഡെഫിനറ്റ്ലി മാസ് മിസ് ചെയ്യാറില്ല. അതുപോലെ തന്നെ റോസറി ആയാലും എത്ര വൈകിട്ടാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് റോസറി എത്തിക്കാറുണ്ട്. പിന്നെ കൺഫെഷൻ ആയാലും അറ്റ്ലീസ്റ്റ് മന്ത്ലി ട്വൈസ് എങ്കിലും ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കാരണം കൺഫെഷനിലൂടെയും കിട്ടുന്ന ഗ്രേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞങ്ങൾക്ക് അതിലൂടെ മനസ്സിലായി. നിസ്സാരമല്ല, നമുക്ക് കൺഫെഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന തടസ്സങ്ങൾ നമുക്ക് മാറിക്കിട്ടുകയും അതിലൂടെ നമുക്ക് കിട്ടുന്ന ഗ്രേസും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവേൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവേൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. 1 Peter 5:6. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആശങ്കകളും ഭയങ്ങളും പ്രശ്നങ്ങളുമെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചുമക്കേണ്ടതില്ല. അവയെല്ലാം ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കാനാണ് നമ്മൾ ഇന്ന് ഈ ആലയത്തിലെത്തിയിരിക്കുന്നത്. ദൈവം നമ്മെ സ്നേഹിക്കുന്ന, കരുതുന്ന, ശ്രദ്ധയോടെ കരുതുന്ന ഒരു ദൈവമാണ്, നമ്മുടെ കണ്ണീര് കാണുന്ന ഒരു ദൈവമാണ് ഈ ആലയത്തിലുള്ളത്. എല്ലാം ഏൽപ്പിക്കുക മാത്രമാണ് നമ്മൾ ഉടമ്പടി മക്കൾ നമ്മൾ ചെയ്യേണ്ടത്. വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ഭാരങ്ങൾ ഓരോന്നും ദൈവത്തോട് പ്രാർത്ഥനയിലൂടെ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മെ ഉപേക്ഷിക്കില്ല. ആശങ്കകളോടെ ജീവിക്കാതെ ദൈവത്തിൽ വിശ്വാസം വെച്ച് എല്ലാം ദൈവത്തിൽ ഏൽപ്പിച്ച് സമാധാനത്തോടെ ജീവിക്കാൻ പരിശുദ്ധ അമ്മ, കൃപാസന അമ്മ നമ്മെ ഓരോരുത്തരെയും ഈശോയിലേക്ക് നയിക്കുകയാണ്. ഡോക്ടർ അമൃത റാഫേൽ നമ്മളോട് ഷെയർ ചെയ്ത് ഇത് തന്നെയാണ്. എല്ലാ ആശങ്കകളും ഭയങ്ങളും പ്രശ്നങ്ങളുമെല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് ഒരു ഉത്കണ്ഠയുമില്ലാതെ ദൈവത്തിൽ ഏൽപ്പിച്ചപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴി ദൈവം കാണിച്ചു കൊടുത്തത്. നീറ്റ് PG എക്സാം എഴുതിയപ്പോഴത്തേന് ഈശോയോടും അമ്മയോടും പ്രാർത്ഥിച്ചാണ് ഈ സഹോദരി പരീക്ഷയ്ക്ക് പോയത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ കൃപയാലാണ് ആ പരീക്ഷയെല്ലാം പാസ്സായി കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചത്. പിന്നീട് പറഞ്ഞൊരു വലിയൊരു കാര്യമാണ്, 4.5 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുട്ടിയില്ലായിരുന്നു. പല ട്രീറ്റ്മെൻറ്റും ചെയ്തു. പിന്നീട് 2 വർഷം കഴിഞ്ഞപ്പോൾ ഈശോയുടെ അമ്മയുടെ അടുത്ത് വന്ന് ട്രീറ്റ്മെൻ്റ് എല്ലാം സ്റ്റോപ്പാക്കിയിട്ട് ഉടമ്പടി എടുത്തു. ജൂലൈയിലാണ് ഉടമ്പടി എടുത്തത്. ആ 90 ദിവസത്തിനകം തന്നെയാണ് പിന്നീട് ഇവരോട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ എൻഡോമെട്രിസിസ് കണ്ടീഷനിലുണ്ടായിരുന്നു പറയുകയും പിന്നെ അതിനുള്ള ഡീറ്റെയിൽസ് ഫർദർ മെഡിക്കേഷന് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ലാപ്പോസ്ട്രോപ്പി ചെയ്യാനും പിന്നെ പല ട്രീറ്റ്മെൻറ്റിലായിട്ടും നാട്ടിലേക്ക് വരാനായിട്ട് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു. പോരുന്നതിൻ്റെ തലേ ദിവസമാണ് വീണ്ടും എല്ലാം ഫിക്സ് ചെയ്തതിൻ്റെ തലേ ദിവസം ഈ മോൾക്ക് പോസിറ്റീവായിട്ട് ഒരു റിസൾട്ട് കിട്ടി. ഇത് വലിയൊരു ദൈവത്തിൻ്റെ ഇടപെടലാണെന്നാണ് നമ്മളെ ഓരോരുത്തരും വിശ്വസിക്കാൻ സാധിക്കുന്നത്. കാരണം ഉടമ്പടി എടുത്ത ഉടനെ എല്ലാം ഫിക്സ് ചെയ്ത് ഇനി നമുക്ക് മാനുഷികമായിട്ടൊന്നും ചെയ്യാൻ പാടില്ല, ഇല്ല എന്ന് കരുതിയ നേരത്ത് ഉടമ്പടി എടുത്തു. പിന്നീട് വീണ്ടും ഒരു ചെക്കപ്പിന് പോയപ്പോഴാണ് വീണ്ടും നമുക്ക് സാധിക്കില്ല, അസാധ്യമാണെന്ന് തോന്നുന്ന രീതിയിലാണ് എല്ലാ സജഷനും വന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് എല്ലാ ഡീറ്റെയിൽസും വരുന്നത് അങ്ങനെ തന്നെയായിരുന്നു. ആ ബുദ്ധിമുട്ടിയ സമയത്തും ഇവർക്കൊരു പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടണമെങ്കിൽ ഇത് ഈശോയും അമ്മയും കണി നൽകിയ ഒരു അനുഗ്രഹം മാത്രമാണ്. ഒന്നും പ്രതീക്ഷിക്കാത്ത സമയത്ത്, നമ്മൾക്ക് മെറിറ്റിലില്ലാന്ന് വരുന്ന സമയത്ത്, അസാധ്യമെന്ന് തോന്നുന്ന കാര്യമാണ് നമ്മൾ നിയോഗം വെച്ച് വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ചപ്പോൾ ഈശോ സാധ്യമാക്കി കൊടുത്തത്. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും വിശ്വാസത്തോടെ വിശ്വസ്തയോടെ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ നമ്മൾക്കും ഈശോയോട് ചോദിക്കാൻ സാധിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 22-ാം വചനം പറയുന്നത്. കർത്താവിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിക്കേണ്ടി വരില്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ അതാണ് പറയുന്നത്. റോമാക്കാർക്ക് ലെറ്ററിൽ 10-ാം അധ്യായം 11-ാം വചനം അതാണ് പറയണത്. ദൈവത്തിൽ കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് എല്ലാം നോക്കിക്കൊള്ളുമെന്നാണ് സങ്കീർത്തകൻ 37:5 പറയണത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ വിട്ടുകൊടുക്കാം. ദൈവത്തിൽ ശരണപ്പെട്ട് നമ്മുടെ ജീവിതവും മുന്നോട്ട് നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉടമ്പടി ജീവിതത്തിൽ നമ്മുടെ നിരാശപ്പെടുന്ന നിമിഷങ്ങളിലെല്ലാം കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് നമ്മുടെ എല്ലാ ഭാരങ്ങളും യേശുവിൻ്റെ കാൽക്കൽ വയ്ക്കാനുള്ള ഏറ്റവും സുരക്ഷിതമായ വഴി മാതാവിൻ്റെ കൈകളിലൂടെയാണ്.
പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് ഈശോയുടെ ഹൃദയത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ എല്ലാ ആശങ്കകളും കൃപകളായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഡോക്ടർ അമൃത റാഫേലിന് കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.